നിലപാടിനെ എങ്ങനെയാണ് കോൺഗ്രസിനെ കാണുന്നത്? ഇത്രയും കാലം എടുത്തിരുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ പുതിയ നിലപാടുകളുടെ വരുന്നത്. അല്ല, സാമുദായിക സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അതിനോട് ചിലപ്പോൾ യോജിക്കാൻ കഴിയും, ചിലപ്പോൾ വിയോജിക്കാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ പാർട്ടി തുടക്കം മുതലെടുത്ത ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. മുഖ്യമന്ത്രി പരസ്യമായി, ഞാനിപ്പോഴും ഓർക്കുന്നത്, 2019 ജനുവരി മാസം 2-ാം തീയതി മന്നൻ ജയന്തി ദിവസമാണ് 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിച്ചു. ആ വിവരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കി. അത് 2019 ജനുവരി മാസം 2-ാം തീയതി. ഇങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നടയടച്ച് പരിഹാരക്രിയ ചെയ്ത തന്ത്രിക്ക് അന്ന് NSS ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ ആ തന്ത്രിയെ വ്യക്തിപരമായി കണ്ഠര് മഹേശ്വരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഒരുപാട് അസഭ്യവചനങ്ങൾ അദ്ദേഹത്തിനെതിരെ ചൊരിയുകയും ചെയ്തു, മന്ത്രിമാർ ഉൾപ്പെടെ. ഏതായാലും പിന്നീട് സുപ്രീം കോടതി വീണ്ടും കൂടുതൽ വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം പ്രശ്നം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് അവർ നടത്തിയ ഒരു പ്രവൃത്തിയെയും ആർക്കും വെള്ളപൂശാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, അത് തെറ്റാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ സംഗമത്തിൽ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടായി? ഇതുവരെ ശബരിമലയിൽ ഉണ്ടായിരുന്ന വികസനത്തിന് തടസ്സമായ ഏതെങ്കിലും ഘടകങ്ങൾ നീക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ചർച്ചയിൽ? 4000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് 630ഓളം പ്രതിനിധികൾ മാത്രമാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആ സംഗമം പരാജയമാണ്. മാത്രമല്ല, ഇപ്പൊ ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. കാരണം 9 വർഷമായിട്ട് കേരളത്തിലും 11 വർഷമായിട്ട് കേന്ദ്രത്തിലും ഞങ്ങൾ അധികാരത്തിലില്ല. പിന്നെ ഞങ്ങൾ ഇതിലെന്ത് വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല? മാത്രമല്ല, ശബരിമലയിലെ ഈ വിഷയമുണ്ടായപ്പോൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനമെടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ്. അന്ന് വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നയിച്ച ജാഥകൾ, അതിൽ 3 പദയാത്രകൾ 1 നയിച്ച ഒരാൾ ഞാനാണ്. അന്ന് ഞങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ, NSS നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ നടത്തിയ കേസുകൾ, ഇതൊന്നും പിൻവലിക്കാൻ തയ്യാറാവാത്ത സർക്കാർ എന്ത് മാറ്റമാണ് അവരുടെ നയത്തിൽ വരുത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ വരും വരായികൾ എന്താണെങ്കിലും ശരി, ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഒരു സമുദായ സംഘടന അനുകൂലിച്ചും പ്രതികൂലിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് എടുക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഞങ്ങളില്ല. പക്ഷെ ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തില്ല. അല്ല, ഞങ്ങളും എല്ലാ നേതാക്കളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തുന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും സമുദായാംഗങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ്, അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഞങ്ങൾ ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിൽ ജനം വിധി എഴുതട്ടെ.
ഞങ്ങളത് പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഞങ്ങളുടെ നയം ശരിയോ തെറ്റോ എന്നുള്ള ജനം തീരുമാനിക്കട്ടെ. പക്ഷെ ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരു നയമാണ്. ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അധികാരത്തില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ഭക്തജനങ്ങളുടെ കാര്യത്തിൽ, അതിപ്പോ ഏത് മതത്തിന്റെ ആണെങ്കിലും വിശ്വാസികളോടൊപ്പം കോൺഗ്രസ് എല്ലാ കാര്യത്തിലും നിലകൊണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഒരു ബദൽ സംഗമം നടത്തി. ആ സംഗമത്തിലെ പ്രസംഗങ്ങൾ ശബരിമലയുടെ വിശ്വാസത്തിനെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. വാവരെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു. വാവര് നമ്മുടെ നാട്ടിലേക്ക് വന്നത് കൊള്ള ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ മാനസാന്തരപ്പെടുത്തി തന്നെ സുഹൃത്താക്കിയതാണ് അയ്യപ്പൻ. അതാണല്ലോ അയ്യപ്പൻ ചരിത്രത്തിൽ, അയ്യപ്പൻ പാട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് വാവര് പള്ളിയിൽ നിന്ന് മറ്റേ മകരവിളക്കിന് മുമ്പ് ആലങ്ങാട് സംഘമാണ് എന്റെ ഓർമ്മ. അവരാണ് അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് അവരുടെ കൂടെ വാവര് പോകുന്നു എന്ന സങ്കല്പം. ഇതൊക്കെ ശബരിമലയുടെ വിശ്വാസത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ശബരിമല ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണ്. ഹിന്ദു മത വിശ്വാസമനുസരിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. എന്നാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണ്. അയ്യപ്പന് വാവരുമായിട്ടുള്ള ബന്ധം വളരെ പ്രസിദ്ധമാണ്. അതൊക്കെ ചില ആസാമിമാർ വിചാരിച്ചാലൊന്നും ഇല്ലാതാവില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അയ്യപ്പനെയും വാവരെയും തമ്മിൽ അകറ്റാൻ നോക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ബദൽ സംഗമം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു ബദൽ സംഗമത്തിന് അവസരം ഉണ്ടാക്കിയത് സർക്കാരിന്റെ സംഘമല്ലേ? എന്നിട്ട് അത് വല്ല റിസൾട്ടും ഉണ്ടായോ? പിന്നെ എടുത്ത കേസുകൾ എത്ര പിൻവലിച്ചിട്ടുണ്ട്? സത്യവാങ്മൂലം തിരുത്തിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഞങ്ങൾ പോയിട്ട് അവിടെ പങ്കെടുക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തില്ല. ഞങ്ങളെടുത്ത തീരുമാനങ്ങൾക്ക് ശരിയോ തെറ്റോ എന്നുള്ള ജനം വിധി എഴുതട്ടെ. ഞങ്ങളുടെ നിലപാട് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ അംഗീകാരം ഉണ്ടായാലും തിരിച്ചടി ഉണ്ടായാലും അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റത്തിനില്ല. എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും. ഞാൻ ചോദിക്കട്ടെ, മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ഉണ്ടാക്കിയതാരാ? ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? മന്നൻ ജയന്തി അവധി പ്രഖ്യാപിച്ചതാരാ? ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? എല്ലാവരുടെയും അവകാശങ്ങൾ ഞങ്ങൾ പരിപാലിച്ചിട്ടുണ്ട്. കാരണം മന്നത്ത് പത്മനാഭൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. പിന്നോക്ക സമുദായത്തിനു വേണ്ടി മുന്നോക്ക സമുദായം നടത്തിയ യാത്ര, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രത്യേകതയാണ്. അതിന് നേതൃത്വം നൽകിയത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. അതിന് ഗാന്ധിജി എന്നെ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അവധി കൊടുക്കണമെന്നുള്ള തീരുമാനിച്ചു. അതായത് UDFിലെ എല്ലാ ഘടകകക്ഷികളും ഉൾപ്പെട്ട സർക്കാരാണ് അവധി കൊടുക്കുന്നത്. ഇവിടെ മുമ്പ് ആരെങ്കിലും മുന്നോക്ക സമുദായത്തിന് ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ടോ? ഒരു സമുദായത്തിൽ പറഞ്ഞതുകൊണ്ട് അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം UDF എടുത്തത്. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കണം, ഭൂരിപക്ഷ സമുദായത്തിന് അവരുടെ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കണം. ആ നിലപാടാണ് UDF എടുത്തിട്ടുള്ളത്. അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല. അങ്ങനത്തെ ഒരു അവസരവാദ നയമൊന്നും ഞങ്ങൾ പറയില്ല. സുകുമാരൻ നായരെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു വിഷയം, ഒരിക്കലും വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം. കാരണം ഒരു മുന്നോക്ക സമുദായത്തിന്റെ സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ BJPക്കാർ പലപ്പോഴും ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്ത് നിന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. ആ ബഹുമാനം ഞങ്ങൾ അദ്ദേഹത്തിന് എന്നും നൽകും. അത് NSS കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുകുമാരൻ നായർ എടുക്കുന്ന ആ തീരുമാനം, വർഗീയതയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിനെ, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നുമുണ്ട്. പുനഃസംഘടന ഉണ്ടെന്ന് ആര് പറഞ്ഞു? പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ വരുന്നത്. അപ്പോ എലക്ഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോവാണ്. അതിലിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, മറ്റേ ആനക്കാര്യത്തിനിടയിൽ തേനക്കാര്യം നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പുനഃസംഘടന ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിലില്ല. പാർട്ടിയുടെ മുമ്പുള്ള വിഷയം ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അത് ഉടനെ ഉണ്ടാവും.
രാഹുൽ മാങ്കൂട്ടം അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യം എന്താ. നിയമസഭയിലേക്ക് എത്തുമോ തിങ്കളാഴ്ച മുതൽ? നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. അദ്ദേഹം ഔദ്യോഗിക പരിപാടിയൊന്നും വരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതൊരു MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പൊ അദ്ദേഹം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം.